ഈ രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ അനേക നാളുകളായിട്ട് നാം സഭകളുടെ ക്രിസ്തു എന്ന തലക്കെട്ടിൽ നമ്മുടെ കർത്താവ് സഭകൾക്ക് തന്നെ പരിചയപ്പെടുത്തുന്നതായ മനോഹരമായ സത്യങ്ങളാണ് നാം ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. നമ്മുടെ ഈ പഠനത്തിൻ്റെ തുടക്കത്തിൽ ഓർത്തതുപോലെ നമ്മുടെ കർത്താവ് സാക്ഷാൽ ദൈവമാണ് എന്നുള്ളതുകൊണ്ട് ദൈവം തന്നെ വെളിപ്പെടുത്തിയാലേ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഓരോ സഭകൾക്കും ദൂത് കർത്താവ് നൽകുമ്പോൾ ആരാണ് ഈ ദൂത് നൽകുന്നത് എന്നുള്ളതായ കാര്യം കർത്താവ് താൻ തന്നെ വെളിപ്പെടുത്തുന്നു എന്നുള്ളതായ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ഓർക്കുകയായിരുന്നു. ഫിലദൽഫിയ സഭയ്ക്കുള്ള ദൂതിൽ നിന്നാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ വചനം ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ആ സഭയ്ക്ക് കർത്താവ് പരിചയപ്പെടുത്തുമ്പോൾ കർത്താവ് ദാവീദിൻ്റെ താക്കോലുള്ളവനാണ് എന്ന് പറയുകയും അതേ തുടർന്ന് കർത്താവ് അവിടെ ചെയ്യുന്ന ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ട് വരികയായിരുന്നു. അതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ സാമാന്യം വിശദമായിട്ട് ചിന്തിച്ചായിരുന്നു. കർത്താവ് അവരുടെ മുമ്പിൽ ഒരു വാതിൽ തുറന്ന് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യവും കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചായിരുന്നു. സാത്താൻ്റെ പള്ളിയിൽ നിന്ന് ആളുകളെ ഇവരുടെ നടുവിലേക്ക് കൊണ്ടുവരുന്നത് കർത്താവാണ് എന്നുള്ളത് കർത്താവ് അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. അത് ഒത്തിരി വിശദമായിട്ട് നമ്മൾ ഓർത്തു. ഒരു സഭയുടെ വളർച്ചയിലും കെട്ടുപണിയിലും ആത്മാക്കളെ കൊണ്ടുവരുന്നത് സഭാകാന്തനാണ് എന്നുള്ളതായ വലിയ സത്യം നാം പല വേദഭാഗങ്ങളിലൂടെ ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നിരുന്നു. നമ്മൾ കർത്താവ് ഏൽപ്പിക്കുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അതെല്ലാം ഫലവത്താക്കി തീർക്കുന്നത് നമ്മുടെ കർത്താവാണ് എന്നുള്ളതായ ആ വലിയ സത്യം നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. പൗലോസ് പറയുന്നൊരു വാക്കവിടെ നമുക്ക് ചേർത്ത് ഓർക്കാം. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു. അടുത്ത വാചകം ഓർക്കുന്നുണ്ടോ? ദൈവം അത്രേ വളരുമാറാക്കുന്നത്. അപ്പം അതുകൊണ്ട് പൗലോസ് എന്തൊരു ഉത്തരവാദിത്വത്തോടെ ദൈവം ഏൽപ്പിച്ച കാര്യം ചെയ്തയാളാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത്, ഞാൻ എന്നെ ഏൽപ്പിച്ച കാര്യം ചെയ്തു, അപ്പല്ലോസിനെ ഏൽപ്പിച്ച കാര്യം ചെയ്തു. അപ്പോൾ ഇത് വളരുമാറാക്കുന്നത് ദൈവമാണ്. അതിൻ്റെ അടുത്ത വാചകം നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭാഗം ചിന്തിച്ചത് നമ്മൾ ചെയ്യുന്ന കർത്താവ് ഏൽപ്പിക്കുന്ന കാര്യം വിശ്വസ്തമായി നിർവഹിക്കുമ്പോഴും എത്ര വിനയത്തോടു കൂടി അത് നിർവഹിക്കാനായിട്ട് ആവശ്യമുണ്ട് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. കർത്താവിനു വേണ്ടി നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഈ മനോഭാവം നമ്മെ ആഴമായി ഭരിക്കട്ടെ. മൂന്നാമത്തെ കാര്യം, അടുത്ത കാര്യങ്ങൾ ഞാൻ ഒത്തിരി വിശദീകരണം കൂടാതെ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത്. മൂന്നാമത് നാം ഇവിടെ വായിക്കുന്നത്, നിൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാൻ സംഗതി വരുത്തുന്ന സഭാകാന്തൻ. അപ്പോൾ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് ആളുകൾ വരും എന്ന് മാത്രമല്ല, അവരെന്ത് ചെയ്യും എന്നുള്ളത് ഇവിടെ കാണുകയാണ്. നിൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാൻ സംഗതി വരുത്തും. ഇത് നമ്മളങ്ങനെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അവർ വന്ന് സഭാംഗങ്ങളുടെ കാൽക്കലല്ലല്ലോ വീഴുന്നത്, അല്ലേ?
സഭാംഗങ്ങളുടെ കാൽക്കൽ വീഴാനായിട്ടുള്ള അനുവാദം ഇല്ല. കാരണം ദൈവവചനത്തിൽ നമ്മൾ ധാരാളം അത് കാണുന്നുണ്ട്. അപ്പോസ്തലന്മാരെയൊക്കെ കാൽക്കൽ വീണിട്ടുള്ള സന്ദർഭമുണ്ട്. അപ്പോൾ അവരെല്ലാം ചെയ്തിട്ടുള്ള എന്താണ്? വേണ്ട, ഇത് പാടില്ല എന്ന് പറഞ്ഞ് അതിനെ തടുക്കുകയാണ്. കാരണം ആരാധന ദൈവത്തിനെ സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവത്തിന് അർപ്പിക്കേണ്ടുന്നത് ആളുകൾ തെറ്റിദ്ധരിച്ച് മനുഷ്യർക്ക് ചിലപ്പോൾ അർപ്പിച്ചു എന്ന് വരാകുന്നതാണ്. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ എത്രയോ സംഭവങ്ങൾ നമുക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ലുസ്ത്രയിലുമൊക്കെ ഈ ആ നാട്ടുകാർ അങ്ങനെ ഒരു ഉദ്യമത്തിലേർപ്പെട്ടു. പൗലോസൊക്കെ അത് തടഞ്ഞതിന് ഒത്തിരി വില കൊടുക്കേണ്ടതായിട്ട് വന്നു. അതങ്ങ് ഏറ്റെടുക്കുകയാണെങ്കിൽ തൽക്കാലം കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് തോന്നാനുള്ളതായ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ ഏറ്റെടുക്കാൻ ദൈവദാസന്മാർക്ക് സാധിക്കുകയില്ല, അവർക്ക് അനുവാദമില്ല. അപ്പോൾ ആ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. ചിലപ്പോൾ അർഹിക്കുന്നതിലധികം ആദരവ് പരിജ്ഞാനക്കുറവിലൊക്കെ ആളുകൾ തരാനായിട്ട് ശ്രമിച്ചു എന്ന് വരാവുന്നതാണ്. പോരട്ടെ എന്ന് ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. അത് ഈ വാക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്താ ഇതിൻ്റെ അർത്ഥം? നിൻ്റെ കാൽക്കൽ വന്ന് ആരെ നമസ്കരിക്കും? ദൈവത്തെ നമസ്കരിക്കും. അപ്പോൾ അവിടെ ഒരു വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. സഭ കർത്താവിനെ ആരാധിക്കുന്നവരുടെ കൂട്ടമാണ്. കർത്താവിനെ ആരാധിക്കുന്നവരുടെ കൂട്ടമാണ്. ഇവിടുത്തെ ടെർമിനോളജി ഞാനൊന്ന് പറഞ്ഞോട്ടെ. കർത്താവിൻ്റെ കാൽക്കൽ വീഴുന്ന ആളുകളുടെ കൂട്ടമാണ് സഭ. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നത് സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരും, അവർ നിൻ്റെ കാൽക്കൽ വന്ന് നിന്നോട് കൂടെ ദൈവത്തെ നമസ്കരിക്കുവാൻ ഇടയായിട്ട് തീരും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആ കാര്യവും ആരാ ചെയ്യുന്നത്? കർത്താവാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചിന്തിച്ചു വന്ന വിഷയത്തിനൊരു തെളിവ് ആവശ്യമില്ലെങ്കിലും നമുക്ക് വളരെ പരിചയമുള്ളൊരു വാക്യം വായിച്ച് പോകാം. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വളരെ പരിചയമുള്ളൊരു വാക്യമാണ്. എങ്കിലും ഒന്ന് ചേർത്ത് വായിച്ച് പോകാം. യേശു അവനോട് സാത്താനെ എന്നെ വിട്ടുപോകും, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പിശാച് വളരെ തെറ്റായൊരാവശ്യം കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് പരീക്ഷിക്കുകയാണ്. വീണെന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം. അപ്പം അതിൻ്റെ വലിയ വിശകലനത്തിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. പക്ഷെ നമ്മുടെ കർത്താവ് അതിന് പറഞ്ഞ മറുപടി വളരെ കൃത്യമായ മറുപടിയാണ്. അതൊരു മയമില്ലാത്ത നിലയിലാണ് കർത്താവ് പറഞ്ഞത്. ഒരു മറുപടി പറയുമ്പോൾ സാത്താനെ എന്നെ വിട്ടുപോ എന്ന് കർത്താവ് പറയുമ്പോൾ എന്തൊരു ഗൗരവമായിട്ടാണ് ഈ വിഷയം നമ്മുടെ കർത്താവ് സംസാരിക്കുന്നത്. അപ്പം അവിടെ ഒരു വലിയ പാഠം നമുക്ക് ഉണ്ട്. ഈ ആരാധനയിൽ തെറ്റിക്കുക എന്നുള്ളത് ഏത് കാലത്തും പിശാചിൻ്റെ തന്ത്രമാണ്. അതുകൊണ്ട് സത്യദൈവത്തെ അറിഞ്ഞ ഇസ്രായേലിനെ എത്രയോ സന്ദർഭങ്ങളിൽ ഈ വിഷയത്തിൽ പിശാച് തോൽപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ അപകട സൂചനയായിട്ടാണ് ഇരിക്കുന്നത്. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്, ഒരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുത് എന്നുള്ള ആദ്യ കൽപ്പന ഉൾപ്പെടെയുള്ള കൽപ്പനകൾ ദൈവം എഴുതിക്കൊടുത്ത് ആ കൽപ്പനകളുമായിട്ട് മോശ ഇറങ്ങി വരുമ്പോൾ ഇവരുടെ ജനം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്?
ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിനെ നമസ്കരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആ സംഭവം ഒരു വലിയ പാഠം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൽപ്പന കൊടുക്കുന്ന പശ്ചാത്തലത്തിലും അത് അവരുടെ കയ്യിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവരെ പിശാച് വീഴിക്കുന്നു എന്നുള്ളത് നാം വളരെ ഗൗരവമായി ഉൾക്കൊള്ളേണ്ടുന്നതായ ഒരു അപകട മുന്നറിയിപ്പാണ്. അപ്പം അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഈ മേഖലയിൽ നമ്മൾ തെറ്റുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കണം. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. വേണമെങ്കിൽ വിശദമായി ചിന്തിക്കാവുന്ന ഒരു വാതിൽ ഞാൻ തുറന്നിട്ട് എന്ന് കരുതുകയാണ്. ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞായിരുന്നല്ലോ, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ ദൈവത്തെ സേവിക്കുന്ന ആളുകൾ സൂക്ഷിച്ചില്ലെങ്കിൽ ആരെ സേവിച്ചു പോകാം? മാമോനെ സേവിച്ചു പോകാനുള്ളതായ സാധ്യതയുണ്ട്. യോശുവയുടെ നല്ല തീരുമാനം നമ്മൾ ഓർക്കാറുണ്ട്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. പക്ഷേ 15-ാം വാക്യത്തിൻ്റെ തുടക്കത്തിൽ അപകട സൂചനയുണ്ട്. യോശുവ തൻ്റെ ജനത്തോട് ആ വിടവാങ്ങലിൻ്റെ സമയത്ത് പറയുകയാണ്, നദിക്ക് അക്കരെ വെച്ച് സേവിച്ച ദേവന്മാരെ സേവിക്കണമെങ്കിൽ നിങ്ങൾ സേവിച്ചോ എന്ന് പറയുകയാണ്. അതൊരു അനുവാദമല്ല, അതൊരു വേദനയോടെ പറയുന്ന വാക്കുകളാണ്. അപ്പോൾ അങ്ങനെ അവർ തെറ്റിപ്പോകുമോ എന്നുള്ളതായ വലിയ ഭയം ആ ദൈവദാസനെ ഭരിക്കുകയാണ്. അപ്പോൾ ആ ഭയം വെളിപ്പെടുത്തിയിട്ട് പറയുകയാണ്, നിങ്ങളാരെ സേവിച്ചാലും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അത് വളരെ നല്ലൊരു നിർണയമാണ്. അപ്പോൾ തന്നെ നമുക്ക് അവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു കാര്യം, ഈ മേഖലയിൽ നമ്മൾ തെറ്റിപ്പോകാനുള്ളതായ വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ തെറ്റുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കട്ടെ. ആ വഴിയിൽ ധാരാളം കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ നാളിലൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അത് ഞാൻ ആവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നാം ദൈവത്തെ നമസ്കരിക്കേണ്ടതിന് പകരം മറ്റ് പലതിനെയും നമസ്കരിച്ചു പോകുന്നതിന്, പരീക്ഷിക്കപ്പെടുന്നതിന് സാധ്യതയുണ്ട്. ഞാൻ ഈ അടുത്ത നാളിൽ ഈ കാര്യം പറയുമ്പോൾ ഹബക്കൂക്ക് 1:11 പറയുന്നതായ ഒരു ദൈവത്തെക്കുറിച്ച് പറയാറുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അവിടെ ഒരു ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വന്തം ശക്തിയാണ് അവരുടെ ദൈവം. പ്രിയപ്പെട്ടവർ, ഈ കാലത്തിൽ അത് വളരെ വർദ്ധിച്ചിരിക്കുന്നൊരു കാലമാണ്. തങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതായ മോട്ടിവേഷനാണ് ഇപ്പോൾ വ്യാപകമായിട്ട് കൊടുക്കുന്നത്. അയക്കാൻ എനിക്ക് സാധിക്കും എന്നിങ്ങനെ ആവർത്തിച്ച് ആളിനെ കൊണ്ട് പറയിപ്പിച്ച് അവരെ ബോധവൽക്കരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, അത് ഒറ്റ കേൾവിയിൽ വലിയ കുഴപ്പമില്ല എന്നൊക്കെ തോന്നുമ്പോഴും ആ കണിയിൽ പെട്ടുപോകാനുള്ളതായ വലിയ സാധ്യതയുണ്ട്. നമുക്ക് സാധിക്കുമെന്ന് ദൈവമക്കളും പറഞ്ഞിട്ടുണ്ട്, ദൈവദാസന്മാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ ചേർത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അതാണ് ഏറ്റവും ശരിയായിട്ടുള്ള മനോഭാവം. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ഇവിടെ കർത്താവ് പറയുന്ന ഈ വാക്കുകൾ, അതിൽ തന്നെ നമുക്ക് നൽകുന്ന അപകട സൂചന നമുക്ക് ഉൾക്കൊള്ളാം. വളരെ കാതലായൊരു ദൂത് ഞാൻ അവിടെ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ഇന്ന് പകൽ ഈ വചനത്തിനു മുമ്പിലിരിക്കുമ്പോൾ ഞാൻ ഓർത്ത ഒരു കാര്യം, ആളുകളെ കൊണ്ടുവന്ന് നിൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാൻ സംഗതി വരുത്തുന്നത് സഭാകാന്തനാണ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഉൾക്കൊള്ളാവുന്നൊരു കാര്യമുണ്ട്. ഒരു സഭയിൽ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കത്തക്കവണ്ണം സഹായിക്കുന്നതും ഒരുക്കുന്നതും ആരാണ്?
സഭാകാന്തനാണ്. ഒരു സഭയുടെ ആരാധന ശരിയാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. കാരണം വേറെ പല ശുശ്രൂഷകളൊക്കെ നമ്മൾ സഭയിൽ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഭയിലെ ആരാധന ശരിയാവുക, ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കാനായിട്ട് കഴിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അവിടെ തെറ്റിയാൽ പിന്നെ ബാക്കിയെല്ലാം ശരിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഹാബേലും കയീനും യാഗം കഴിക്കാൻ പോകുമ്പോൾ ആവർത്തിക്കുന്നൊരു വാചകമുണ്ടല്ലോ, യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. മറുവശം പറയുമ്പോഴും അത് സ്പെസിഫിക്കായിട്ട് എടുത്തു പറയുന്നുണ്ട്, കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു സഭയിൽ ആരാധന ശരിയാകണമെങ്കിൽ ആരാധിക്കാൻ ഒരുമിച്ച് കൂടുന്ന ആളുകളിൽ ദൈവം പ്രസാദിക്കുന്ന ആളുകൾ ആയിരിക്കണം. അയോഗ്യമായി ജീവിച്ചിട്ട് ആരാധനയ്ക്കായിട്ട് ഒരുമിച്ച് കൂടിയാൽ ആരാധനയുടെ പരിപാടികളൊക്കെ എത്ര ഭംഗിയായി നടന്നാലും അതിൽ ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും അറിയുന്ന ദൈവത്തിന് പ്രസാദിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ ശ്രമിക്കുകയാണ്, ആരാധന ശരിയാക്കാനായിട്ട് നമ്മളെക്കൊണ്ട് പറ്റുകയില്ല. നമുക്കുള്ള പങ്ക് നമുക്ക് ക്രമപ്പെടുത്താനായിട്ട് സാധിക്കും. ബാക്കി പങ്ക് ആര് ക്രമപ്പെടുത്തണം? കർത്താവിന് അതെല്ലാം നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഈ വാചകം ഞാനിന്ന് പകൽ ധ്യാനിക്കുമ്പോൾ ഓർത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഈ വാചകത്തിലൂടെ കർത്താവ് ഒരു കാര്യം കൈമാറുകയാണ്, നിൻ്റെ അടുക്കൽ വന്ന് നമസ്കരിപ്പാൻ സംഗതി വരുത്തുന്നത് നീയല്ല, പിന്നെ ഞാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വലിയ തിരിച്ചറിവോടുകൂടി ജീവിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ സത്യത്തെ പ്രകാശിപ്പിക്കുന്ന ധാരാളം വചനങ്ങൾ ദൈവവചനത്തിൽ ഉണ്ട്. എന്നാൽ ഒരു വാക്യം മാത്രം ഞാനൊന്ന് പറഞ്ഞ് പോകാം എന്ന് കരുതുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസിൻ്റെയും സഹപ്രവർത്തകരുടെയും പ്രാർത്ഥനയാണ് കാണുന്നത്. ആ പ്രാർത്ഥന നല്ലൊരു പഠനമാണ്. അത് സ്വയമായി ചെയ്യുന്നത് നന്നായിരിക്കും. അതിൽ ഒരു വാക്യം നമുക്കിവിടെ ഒന്ന് വായിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായി പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നപേക്ഷിച്ചു. അപ്പോൾ അവിടെ ഈ കൊലോസ്യയിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവർ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവരെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ്? പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. അപ്പോൾ പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരായിട്ട് ഇവർ തീരണം എന്ന് വരികിൽ ദൈവം ഈ കാര്യത്തിൽ അവരെ ഒരുക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രാർത്ഥനാ വാചകം അതിൽ തന്നെ വളരെ മനോഹരമായൊരു പാഠം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്ന് സ്പെസിഫിക്കായിട്ട് എടുത്തു പറയാൻ ശ്രമിക്കുന്ന കാര്യം, നമ്മൾ ഓരോ കർത്തൃ ദിവസത്തിലും സഭയായിട്ട് ഒരുമിച്ച് കൂടി കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ ആരാധന സ്വർഗം സുഗ്രാഹ്യമായി സ്വീകരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനാപൂർവമായ ഒരുക്കം വളരെ അനിവാര്യമാണ് എന്നുള്ളത് നമുക്കിവിടെ ഓർക്കാനായിട്ട് സാധിക്കും. പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരായിട്ട് വിശ്വാസികൾ തീരണം എന്ന് വരികിൽ അവർ നല്ല നന്ദിയുള്ള ഹൃദയമുള്ള ആളുകൾ ആയിരിക്കണം. അപ്പോൾ ആരാധിക്കാൻ കൂടുന്ന ആളുകൾ വളരെ നന്ദിയുള്ള ഹൃദയമുള്ള ആളുകളാണെങ്കിൽ ഈ കാര്യം ഫലകരമായിട്ട് സാധിക്കുകയുള്ളൂ.
അതുകൊണ്ട് എബ്രായ ലേഖനത്തിലൊക്കെ ഒരു കൽപ്പനയുണ്ട്, നന്ദിയുള്ളവരായും ഇരിപ്പിൻ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ഒത്തിരി നന്മ അനുഭവിച്ച ആളുകൾക്കും എപ്പോഴും നന്ദിയുള്ളവരായിട്ട് ഇരിക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിനുള്ള പ്രബോധനം നൽകുകയാണ് ഇവിടെ പൗലോസ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്നുള്ളത് നാം കാണുകയാണ്. കാരണം അങ്ങനെ ആത്മാക്കളെ ഒരുക്കാനായിട്ട് സഭാകാന്തനെ സാധിക്കുകയുള്ളൂ എന്നുള്ള വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ ഓരോ കാര്യം ചിന്തിച്ച് വരുമ്പോൾ മനസ്സിലാക്കുന്നത്, ഒരു സഭ നന്നായി പോകണമെങ്കിൽ സഭാകാന്തൻ വേറിട്ട നിലയിൽ കൃപ നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും സഭാകാന്തൻ്റെ മഹത്വവും സഭാകാന്തന് സഭയിലുള്ള വിലപ്പെട്ട പങ്കും വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇത് കൂടുതൽ മനസ്സിലാക്കി വരും തോറും നമ്മുടെ പങ്ക് വളരെ കുറവാണ് എന്നുള്ളതും, നമ്മൾ ഈ കാര്യത്തിൽ ഒരർത്ഥത്തിൽ അശക്തരാണ് എന്നുള്ളതായ കാര്യവും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവാണ് എല്ലാം നന്നായി നിർവഹിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് ഫിലദൽഫിയ സഭ കുറ്റമില്ലാത്തൊരു സഭയായിട്ട് സാക്ഷ്യം വഹിച്ചതിൻ്റെ കാരണം അവർ ഈ വലിയ സത്യം ഉൾക്കൊണ്ടാണ് സഭാജീവിതം നയിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, ഈ സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന കാതലായ സന്ദേശം ഉൾക്കൊണ്ട് സഭാജീവിതത്തിലായിരിക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഒരു കാര്യത്തോടെ പറഞ്ഞ് നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ കർത്താവ് അവിടെ പറയുന്നത്, ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നറിവാൻ സംഗതി വരുത്തുന്ന സഭാകാന്തൻ. അപ്പോൾ അവിടെ അതിലുള്ള കാതലായ പാഠം വളരെ ലളിതമാണ്, പക്ഷെ വിശദീകരിച്ച് തീർക്കാൻ വളരെ പ്രയാസമുള്ളതായ ഒരു പാഠമാണ്. അപ്പോൾ അവിടെ കർത്താവ് പറയുന്നത്, ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നറിവാൻ സംഗതി വരുത്തും. അപ്പോൾ അതും ആര് ചെയ്യുന്നതാണ്? സഭാകാന്തൻ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് ഓർക്കാൻ കഴിയുന്നൊരു കാര്യം, നാം അനുഭവിക്കുന്ന സ്നേഹം, അതിൻ്റെ വലിപ്പം നമുക്കിവിടെ ഉൾക്കൊള്ളാം. അപ്പോൾ ഈ ഫിലദൽഫിയ സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ ഈ കാര്യം ഒരു അനുഗ്രഹ വാഗ്ദത്തമായിട്ട് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ, ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നറിവാൻ സംഗതി വരുത്തും എന്ന് കർത്താവ് പറയുകയാണ്. ഈ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രാർത്ഥനാവാചകം നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥനയാണ്. 13 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൻ്റെ പേരറിയാലോ ഇല്ലേ? മാളിക മുറിയിലെ പ്രസംഗമാണ്. അത് ദീർഘമായൊരു പ്രസംഗമാണ്. പ്രസംഗം കഴിഞ്ഞിട്ട് പിന്നെ കർത്താവ് ആരോട് പ്രസംഗിച്ചോ അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ യോഹന്നാൻ 17-ാം അധ്യായം നമ്മുടെ കർത്താവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ക്രിസ്തീയഗോളം സാധാരണ കർത്താവിൻ്റെ പ്രാർത്ഥനയായിട്ട് പറയുന്നത് കർത്താവ് പഠിപ്പിച്ചതായ പ്രാർത്ഥനയാണ്. അത് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചതാണ്. പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിലാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥന നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിലെ ഒരു വാക്യം മാത്രം ഒന്ന് വായിക്കാം. ആ വാക്യത്തിൻ്റെ ഒരു ഉത്തരമാണ്
ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഫിലദൽഫിയ സഭയ്ക്കുള്ള ദൂതിൽ നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ 17:23 വാക്യം നമുക്ക് വായിക്കാം. ലോകമറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവർ ഒന്നായിത്തീരേണ്ടത് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തിരഞ്ഞവരായിരിക്കേണ്ടതും തന്നെ. അപ്പോൾ അവിടെ ആ വാക്യത്തിൽ ഒത്തിരി സത്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം നമ്മളിപ്പോൾ ചിന്തിക്കുന്നില്ല. അത് ചിന്തിക്കുക എന്നുള്ള വളരെ ബൃഹത്തായിട്ടുള്ളതായൊരു കാര്യമാണ്. അതിൽ നമ്മുടെ ഈ വിഷയം മാത്രം ചിന്തിക്കുകയാണ്. അപ്പോൾ അവിടെ കർത്താവ് പ്രാർത്ഥിക്കുന്നതായ കാര്യം, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ അത് നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ ജനിച്ചുവെങ്കിലും അങ്ങനെ സാധാരണ ജനിച്ച ആളല്ല. പിന്നെ കൂടെ പറഞ്ഞിട്ടുള്ളതായ കാര്യം, നമ്മുടെ കർത്താവിനെ പിതാവ് ഈ ലോകത്തിലേക്ക് അയച്ചതാണ്. അത് വളരെ സ്പെസിഫിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും പറയുകയും ചെയ്യേണ്ടതായ കാര്യമാണ്. നമ്മൾ സാധാരണ സുവിശേഷം പറയുമ്പോൾ പറയും, 1 തിമോഥെയോസ് 1:5 പറയും, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നയാൾ കർത്താവേ ഉള്ളൂ. നമ്മളൊക്കെ ലോകത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ ലോകത്തിൽ വന്നു എന്നങ്ങനെ ആരും പറയാറില്ല. നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് പിതാവിനാൽ അയക്കപ്പെട്ടവനായി ലോകത്തിൽ വന്നയാളാണ്. അപ്പം അത് അത് ഈ വാക്യം വായിച്ചു പോയപ്പോൾ അതൊന്നും പറയാതെ പോകണേ എങ്ങനെയാണെന്ന് വിചാരിച്ചതിനെ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരം എന്ന് പറയുന്നത് വളരെ മഹത്വപൂർണമായിട്ടുള്ളതായ ഒന്നാണ്. ഒരു വാക്യം എൻ്റെ മനസ്സിൽ വരുന്നു. യോഹന്നാൻ 6:28-29 വാക്യങ്ങളിൽ കർത്താവിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ, ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള പ്രവൃത്തി എന്താണ്? അതിൻ്റെ ഉത്തരം നിങ്ങൾ ഓർക്കണ്ടോ? പിതാവ് അയച്ചവനിൽ വിശ്വസിക്കുന്നതാണ്. അപ്പോൾ അത് എന്നിൽ വിശ്വസിക്കുന്നതാണെന്ന് പറഞ്ഞാൽ പോരെ? ഉത്തരം വളരെ പൂർണ്ണമാണ്. പക്ഷെ അങ്ങനെയല്ല കർത്താവ് ഉത്തരം പറഞ്ഞത്. പിതാവ് അയച്ചവനിൽ വിശ്വസിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പിതാവിനാൽ അയക്കപ്പെട്ടവനാണ് പുത്രൻ എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അയച്ചു എന്നുള്ളതിനകത്തൊരു സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലുണ്ടല്ലോ. അത് നമുക്ക് ഏറ്റവും അറിയാവുന്ന വാക്യത്തിലാണ്. യോഹന്നാൻ 3:16, തൻ്റെ ഏകജാതനായ പുത്രന് വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ തൻ്റെ പുത്രനെ ഈ ദുഷ്ടലോകത്തിലേക്ക് അയച്ചതിൽ വെളിപ്പെട്ടതായ സ്നേഹം നമുക്കവിടെ കാണാനായിട്ട് കഴിയുക. അപ്പോൾ കർത്താവിടെ പ്രാർത്ഥിക്കുന്നത്, നീ എന്നെ അയച്ചിരിക്കുന്നു എന്നുള്ളത് ലോകം അറിയണം. പിന്നെ രണ്ടാമത്തേതാണ് നേരിട്ട് നമ്മുടെ വിഷയം. നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയണം. അത് വലിയൊരു വെളിപ്പെടുത്തലാണ്. ഇപ്പം ഇവിടെ കർത്താവ് ഇപ്പോൾ എന്താണ് പറയുന്നത്? ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് മറ്റുള്ളവർ അറിയുവാൻ സംഗതി വരുത്തും എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ മധ്യേ വരുന്ന ആളുകൾ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുന്നതെങ്കിലും അവർ അകത്ത് വന്നു കഴിയുമ്പോൾ അവർ മനസ്സിലാക്കും, നിങ്ങൾ എൻ്റെ സ്നേഹം അനുഭവിക്കുന്ന ആളുകളാണെന്ന് അവർ തിരിച്ചറിയും. അപ്പോൾ എന്ത് മനോഹരമായിട്ടാണ് ഈ സത്യം പറയുന്നത്. നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു. അത് വലിയൊരു വെളിപ്പെടുത്തലാണ്. എനിക്കത് പറയുമ്പോൾ തന്നെ ഭയങ്കര അത്ഭുതം തോന്നുന്നൊരു കാര്യമാണ്. കാരണം പിതാവിനോട് കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു.
ഈ ശിഷ്യന്മാർ ഭയവിഹുലരായിരിക്കുന്ന 11 ശിഷ്യന്മാരാണ്. അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ കർത്താവ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ലോകമറിയണമെന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്ന കാര്യം, പിതാവേ, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു. അപ്പോൾ എന്തൊരു വലിയ സ്നേഹമാണ് ഈ ശിഷ്യവൃന്ദം ആസ്വദിക്കുന്നത്. നമ്മളാരാണ്? നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മൾ അനുഭവിക്കുന്ന സ്നേഹം അത് എത്രയോ വലിയ സ്നേഹമാണ്, എത്രയോ വലിയ സ്നേഹമാണ്. ഇത് ലോകം അറിയണമെന്നാണ് കർത്താവ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഞാൻ സാധാരണ ഈ വാക്യം പറയുമ്പോൾ പറയും, ലോകം അറിയുന്നതിന് മുമ്പ് ഇത് ആരറിയണം? നമ്മളറിയണം. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെയാണ് നമ്മെ സ്നേഹിക്കുന്നത് എന്നുള്ളതായ ആ വലിയ തിരിച്ചറിവുള്ളവരായി നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. ഇത് വിശ്വസിക്കേണ്ട പോലെ വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുഖച്ഛായ മാറും. കാരണം എന്തു വലിയ ഭാഗ്യകരമായ അനുഭവത്തിലേക്കാണ് നാം എത്തിച്ചേരുവാൻ ഇടയായിത്തീരുന്നത്. ഇത് തിരിച്ചറിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ പരാതിയോ പരിഭവങ്ങളോ ഒന്നും ഉണ്ടാകാനുള്ളതായ സാധ്യത ഇല്ല. കാരണം പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതായ വലിയ സത്യം നാം ഇവിടെ കാണുകയാണ്. ഒരു വാക്കിവിടെ പറയാതെ പോകാൻ പറ്റില്ല. മാളികമുറിയിലെ പ്രസംഗത്തിൽ കർത്താവ് സ്നേഹത്തിൻ്റെ മറ്റൊരു തലം പറയുന്നുണ്ട്. അത് നമ്മൾ കൂടെ ഓർക്കാറുണ്ട്. 15-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് മാത്രം പോകാം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചിന്തിക്കാം. അത് അപ്പോൾ പുത്രൻ നമ്മളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്നാണ് അവിടെ പറയുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെയാണ് പുത്രൻ നമ്മെ സ്നേഹിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വാചകം കൂടി ഒന്ന് ചേർത്ത് നോക്കിക്കൂ. ഇവിടെ പറയുകയാണ്, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ പിതാവ് ആരെ സ്നേഹിക്കുന്നു? നമ്മെ സ്നേഹിക്കുന്നു. 15-9 കർത്താവ് പറയുന്നത്, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പോൾ പിതാവും പുത്രനും നമുക്ക് നൽകുന്ന സ്നേഹം എത്രയോ വലിയ സ്നേഹമാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് വളരെ വൈകി മനസ്സിലായ ഒരു കാര്യമാണത്. അതുകൊണ്ട് മനസ്സിലായ നാൾ മുതൽ ഞാൻ ഒരു എക്സസൈസ് ആത്മീയമായി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഈ സ്നേഹം തിരിച്ചറിഞ്ഞാൽ എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ള പരാതി പിന്നെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. സ്നേഹിക്കാത്ത ആളുകളൊക്കെ കാണും. കർത്താവിൻ്റെ സ്നേഹം ഏറെ അനുഭവിച്ച ആളുകൾ എല്ലാവരും ഒരുപോലെ സ്നേഹിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഓർത്തായിരുന്നല്ലോ, പൗലോസ് എന്തോരം സ്നേഹം അനുഭവിച്ച ആളാണ്. പക്ഷേ ഒടുവിലത്തെ സമയമായപ്പോൾ എല്ലാവരും പൗലോസിനെ കൈവിട്ടു. പക്ഷേ പൗലോസിന് നിരാശയില്ല. കാരണം കർത്താവ് എനിക്ക് തുണ നിന്നു. ഈ സ്നേഹം മതി പൗലോസിന്. പ്രിയപ്പെട്ടവരെ, നമുക്കും ആ വലിയ ഉൾക്കാഴ്ചയിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ നാം അനുഭവിക്കുന്ന സ്നേഹം എത്രയോ വലിയ സ്നേഹമാണ്. അത് തിരിച്ചറിയുന്നവരായിട്ട് നമുക്ക് ജീവിക്കാം. പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് ഇവിടെ കാണുന്നത്. കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയണം. അപ്പോൾ ഇവിടെ ഈ ഫിലദൽഫിയ സഭയോട് കർത്താവ് പറയുന്ന വാക്ക്, ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിവാൻ സംഗതി വരുത്തും. അപ്പോൾ ഈ മനോഹരമായ സാക്ഷ്യത്തിലേക്ക് ഫിലദൽഫിയ സഭ എത്തിച്ചേർന്നു എന്നുള്ളത് എത്രയോ അത്ഭുതകരമായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ദൂതിലൂടെ ഈ ദിവസങ്ങൾക്ക് പോകുമ്പോൾ ഓർക്കും, ഒരു സഭയ്ക്ക് എത്ര മഹത്വപൂർണമായ
സാക്ഷ്യം സൂക്ഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. അപ്പോൾ ഈ സഭ വളരെ വലിയ ദൈവസ്നേഹത്തിൻ്റെ സാക്ഷ്യം പുലർത്തുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഈ സഭയെക്കുറിച്ച് നമുക്ക് അറിയാവുന്നൊരു പ്രകടമായ പ്രത്യേകതയുണ്ട്. അതെന്താണ്? ഫിലദൽഫിയ സഭയെക്കുറിച്ച് അറിയാവുന്ന നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു. അപ്പോൾ ഈ വചനം കാക്കുന്നതും നമ്മൾ അനുഭവിക്കുന്ന സ്നേഹവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? അതെ. അപ്പോൾ നമ്മൾ ഈ സ്നേഹത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കി ഇത്രയും വലിയ സ്നേഹമാണ് ഞാൻ അനുഭവിക്കുന്നത് തിരിച്ചറിയുമ്പോൾ എനിക്കൊരു ചെറിയ മിനിമം ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്നെ സ്നേഹിച്ച ദൈവത്തെ തിരിച്ച് സ്നേഹിക്കണം. അല്ലെങ്കിൽ ഞാൻ വല്ലാത്ത നന്ദി കെട്ട ആളായിട്ട് തീരും. കാരണം ഇത്രയും വലിയ സ്നേഹമാണ് ഞാൻ അനുഭവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. അപ്പോൾ ആ സ്നേഹം ആസ്വദിക്കുന്ന ഒരാൾക്ക് മിനിമം ഉത്തരവാദിത്വമുണ്ട്. സ്നേഹിച്ച കർത്താവിനെ തിരിച്ച് സ്നേഹിക്കണം. മുഖ്യ കൽപ്പന ഏതാണ്? നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നാം വലിയ സ്നേഹം അനുഭവിക്കുമ്പോൾ നമുക്കുള്ള മിനിമം ഉത്തരവാദിത്തമാണ് നമ്മെ സ്നേഹിച്ച നമ്മുടെ കർത്താവിനെ തിരിച്ച് സ്നേഹിക്കണം. ഇനി ഞാൻ ഒരു കാര്യം ചേർത്ത് പറയാം. കർത്താവിനെ ഒരാൾ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവ് ഈ മാളികമുറിയിലെ പ്രസംഗത്തിൽ കർത്താവ് പറയുന്നുണ്ട്. അടുത്തടുത്ത വാക്യങ്ങളിൽ 4 പ്രാവശ്യം പറയുന്നുണ്ട്. അതെ, സഹോദരനെ സ്നേഹിക്കുക എന്നുള്ളതിൻ്റെ 2ാം ഭാഗമാണ്. ആദ്യ ഭാഗം പറയുന്നത് യോഹന്നാൻ 14 റെഫറൻസ് എഴുതിയിട്ടുള്ളൂ. 14 15 21 23 24 ഇതൊരു പ്രസംഗമാണ്. ഈ പ്രസംഗത്തിൽ അടുത്തടുത്ത് കർത്താവ് പറഞ്ഞ ഒരു സത്യത്തിൻ്റെ ആവർത്തന വിരസത കൂടാതെയുള്ള ആവർത്തനമാണ് നമ്മളിവിടെ കാണുന്നത്. ഏതാണ് ആ സത്യം? 15ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ മതി. ബാക്കിയെല്ലായിടത്തും അത് ആവർത്തിച്ചേക്കുകയാണ്. അപ്പോൾ അവിടെ പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അപ്പോൾ ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നയാളാണെങ്കിൽ എനിക്ക് കർത്താവിനോട് സ്നേഹമുണ്ടെന്ന് പറയാം. പറയുന്നത് കേൾക്കുന്നത് അതിൻ്റെ ഒരു സാക്ഷ്യമാണ്. പക്ഷേ ഈ വാക്യങ്ങൾ, ഈ 4 വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒരാൾ കർത്താവിനെ സ്നേഹിക്കുന്നയാളാണെങ്കിൽ ഏത് വില കൊടുത്ത് എന്തു ചെയ്യും? കർത്താവിൻ്റെ വചനം കാക്കും. അപ്പോൾ ഈ ഫിലദൽഫിയ സഭയോട് കർത്താവിനൊരു സ്നേഹം ഉണ്ട്. കാരണം അവരനുഭവിക്കുന്ന സ്നേഹത്തെ അവർ മനസ്സിലാക്കി അവർ കർത്താവിനെ തിരിച്ച് സ്നേഹിക്കുക. അവർക്ക് അല്പമേ ശക്തിയുള്ളൂ. ആളെണ്ണത്തിൽ അവർ വളരെ ചുരുങ്ങിയ സഭയാണ്. പക്ഷേ അവർ കർത്താവിൻ്റെ വചനം കാക്കേണ്ടതിനു വേണ്ടി അസാധാരണമായ വില കൊടുത്തതായ സഭയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സഭ കർത്താവ് അവരെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കി തിരിച്ച് കർത്താവിനെ സ്നേഹിക്കുവാനും കർത്താവിൻ്റെ വചനം കാക്കുവാനും ഇടയായിട്ട് തീർന്നു. ഞാൻ ആദ്യം പറഞ്ഞ ഉത്തരവും ശരിയാണ്. കർത്താവിനെ ഒരാൾ സ്നേഹിക്കുമെങ്കിൽ, കർത്താവിൻ്റെ വചനം കാക്കുമെങ്കിൽ അതിലൊരു പ്രായോഗിക സാക്ഷ്യമുണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. അത് ഈ പ്രസംഗത്തിൽ തന്നെയാണ് പറഞ്ഞത്.
യോഹന്നാൻ 13:34 വാക്യത്തിലാണ് ആ കൽപ്പന, പുതിയ കൽപ്പന. 35 വാക്യത്തിൽ ആ പുതിയ കൽപ്പന അനുസരിക്കുന്നതിൻ്റെ പ്രയോജനമുണ്ട്. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വാചകം ഏതാ? ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിവാൻ സംഗതി വരുത്തും. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞ ഈ ദൈവമക്കൾ കർത്താവിനെ സ്നേഹിക്കുന്നു, കർത്താവിൻ്റെ വചനം പ്രമാണിക്കുന്നു. ആ പുതിയ കൽപ്പനയുടെ അനുസരണത്തിൽ അവർ അന്യോന്യം സ്നേഹിക്കുന്നു. അപ്പോൾ ഇവിടെ ഞാൻ സഭയുടെ ഒരു മഹത്വം പറയുകയാണ്. ഒരു സഭ ഏറ്റവും നന്നായി പോയാൽ ആ സഭയ്ക്കകത്തുള്ള സ്നേഹം ഈ സ്നേഹമായിരിക്കും. 2 വാചകം പറയാം. പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന സ്നേഹമായിരിക്കും ആ സഭയ്ക്കകത്തുള്ളത്. അടുത്ത വാചകം, പിതാവ് പുത്രനെ സ്നേഹിച്ചതുപോലെ പുത്രൻ്റെ സ്നേഹവും അവർ ആസ്വദിച്ച് സാക്ഷ്യപ്പെടുത്തും. അപ്പോൾ ഈ അകത്ത് ഏറ്റവും അധികം സ്നേഹം സാക്ഷ്യപ്പെടുത്താവുന്ന ലോകത്തിലുള്ള സ്ഥാപനം ശരിക്കും ഏതാണ്? കർത്താവിൻ്റെ സഭയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ ഫിലദൽഫിയ സഭ കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായിട്ട് അനേക സഭകൾക്ക് മാതൃകയാണ്. അവർ കൊച്ചു സഭയാണെങ്കിലും അവർ നൂറ്റാണ്ടുകളായി തലമുറകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സഭയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വലിയ ഉൾക്കാഴ്ച പ്രായോഗികമാക്കാനായിട്ട് സാധിക്കട്ടെ. ഞാനിവിടെ ഈ വിഷയം ഒന്ന് ആവർത്തന പുസ്തകം 29-ാം അധ്യായത്തിൽ നിന്നൊന്ന് വിശദീകരിക്കണമെന്നും കൂടെ വിചാരിച്ചായിരുന്നു. വേറെ ഒന്നുകൊണ്ടല്ല, ഞങ്ങൾ ആവർത്തന പുസ്തകം ഈ ദിവസങ്ങളിൽ ഒടുവിലത്തെ ഭാഗം വായിക്കുമ്പോൾ 29-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ലംഘിക്കുന്നതിൻ്റെ ഗൗരവവും അതുപോലെ 8-ാം അധ്യായത്തെ വാക്യത്തിൽ അതനുസരിക്കുന്നതിൻ്റെ അനുഗ്രഹവും നമ്മൾ കാണുന്നുണ്ട്. അങ്ങോട്ട് ഇപ്പോൾ ഇന്ന് രാത്രി പോകുന്നില്ല ഞാൻ. നിങ്ങൾ അടുത്ത ആഴ്ച വരുമ്പോൾ 29-ാം അധ്യായം ഒന്നോ രണ്ടോ വട്ടം ഒന്ന് വായിച്ചുകൊണ്ട് വന്നാൽ ഞാനൊരു ഔട്ട്ലൈൻ അവിടെ നിന്നൊന്ന് പറഞ്ഞു പോകാൻ ശ്രമിക്കാം. നമ്മുടെ പഠനത്തിൽ അതൊത്തിരി അതുപോലുള്ള ധാരാളം വേദഭാഗങ്ങൾ കാണും. എന്നാൽ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ധ്യാനിച്ചൊരു വേദഭാഗമാണ് അതൊന്ന് ചേർത്ത് വായിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ വിശദീകരിച്ചില്ലെങ്കിലും നിങ്ങൾക്കതേറെ സഹായകരമായിട്ട് തീരും. അപ്പോൾ ഈ വാക്യങ്ങളൊന്ന് നോക്കിക്കൊണ്ട് തന്നെ 29-ാം അധ്യായം മൊത്തമായിട്ട് 1-2 വട്ടം വായിച്ചോളൂ. 23, 24, 8 വാക്യങ്ങൾ ഒന്ന് വായിച്ച് ധ്യാനിച്ച് വരണം. ഞാൻ ആവർത്തന പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 23, 24 പിന്നെ ആ അധ്യായത്തിൻ്റെ തന്നെ 8-ാമത്തെ വാക്യം. അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ മഹത്വം നമുക്കവിടെ കാണാം. കർത്താവിനെ സ്നേഹിച്ചാൽ കർത്താവിൻ്റെ ജനം കർത്താവിൻ്റെ വചനം വളരെ കൃത്യമായി സൂക്ഷിക്കും. ഫിലദൽഫിയ സഭ എന്ത് മനോഹരമായ മാതൃകയാണ് നമുക്ക് നൽകുന്നത്. ഈ മാതൃക ഉൾക്കൊണ്ട് ഈ തലമുറയിൽ സഭയായി സാക്ഷ്യം വഹിക്കുവാൻ ദൈവാത്മാവ് നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.